കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരമായ റാഗിങ്ങിൽ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്. പ്രതികൾക്ക് ആജീവനാന്ത പഠനവിലക്കും ആജീവനാന്ത തടവും ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു. വായിലേക്കും കണ്ണിലേക്കും കൂടി ഈ ലോഷൻ അവർ ഒഴിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കണ്ണ് നീറുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ആ ഒരു സഹോദരൻ കരയുമ്പോൾ, നിനക്ക് കണ്ണ് നീറുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോടാ എന്നാണ് അവർ പറയുന്നത്. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള റാഗിങ്ങിനെതിരെ പുരോഗമനം മാത്രം പ്രസംഗിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ, ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ആജീവനാന്ത പഠനവിലക്ക് അവർക്ക് ഏർപ്പെടുത്തുകയും ആജീവനാന്തം ജീവപര്യന്തം തടവിലേക്ക് പറഞ്ഞയക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരെ ഒരു കാരണവശാലും ഇനി ക്യാമ്പസിനകത്തോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാഭ്യാസം നടത്താനോ പോലും അനുവദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇതൊരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇത് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ വന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ മുഴുവൻ SFIയുടെ നേതാവായിട്ട് നടക്കുന്ന ഈ കുട്ടി, ഈ പ്രതി, പല നേതാക്കളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, SFIയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ആർഷോ പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് SFIയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. SFIയുമായിട്ടും CPMുമായിട്ടും ബന്ധമില്ലാത്തവർ എന്തിനാണ് CPMന്റെ പാർട്ടി ഓഫീസിൽ പോകുന്നത്? എന്തിനാണ് SFIയുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്നത്? എന്തിനാണ് SFIയുടെ ഓഫീസുകളിലേക്ക് പോകുന്നത്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത് അവരുടെ വാക്കുകളിൽ മാത്രമാണെന്നും പ്രവൃത്തിയിൽ മുഴുവൻ ഫാസിസ്റ്റ് നടപടികൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവർത്തികളെ ഇവിടുത്തെ പൊതുസമൂഹം അങ്ങേയറ്റം അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. SFIയുമായി ബന്ധമില്ലെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി നേതാക്കൾക്കൊപ്പമുള്ള പ്രതിയുടെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയുണ്ടെന്നും രശ്മിൽനാഥ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.